ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിംസിന്റെ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഡേ 4 പഠിക്കാൻ തന്ന കായിക മേഖലയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കായിക മേഖല എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതിലെ ക്രിക്കറ്റിലെ സമകാലിക വിവരങ്ങൾ പഠിക്കാനുണ്ട്, ബാഡ്മിന്റൺ, ഫുട്ബോൾ, അങ്ങനെ വേർതിരിച്ച് തന്നെ ഓരോ മേഖലയിലെയും കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോയില് 2020-21 വർഷങ്ങളില് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സമകാലിക വിവരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ 5 ലക്ഷം റൺസ് തികച്ച ആദ്യ രാജ്യം ഏതാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ 5 ലക്ഷം റൺസ് തികച്ച ആദ്യ രാജ്യമാണ് ഇംഗ്ലണ്ട്. ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 7000 റൺസ് പൂർത്തിയാക്കുന്ന ഓപ്പണർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരമാണ് രോഹിത് ശർമ്മ. ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 7000 റൺസ് പൂർത്തിയാക്കുന്ന ഓപ്പണർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആരാണ്? രോഹിത് ശർമ്മയാണ്. 2018-19 സീസണിലെ മികച്ച ക്രിക്കറ്റർക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് നൽകുന്ന പോളി ഉമിഗ്രർ അവാർഡിന് അർഹനായ ബൗളർ ആണ് ജസ്പ്രീത് ബുംറ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 5 അർദ്ധ ശതകം നേടിയ ആദ്യ താരമാണ് സോഫി ഡിവൈൻ, ന്യൂസിലൻഡ് താരമാണ്. ന്യൂസിലൻഡ്. ഒന്നുകൂടെ നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 5 ലക്ഷം റൺസ് തികച്ച ആദ്യ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 7000 റൺസ് പൂർത്തിയാക്കുന്ന ഓപ്പണർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം രോഹിത് ശർമ്മയാണ്. 2018-19 സീസണിലെ മികച്ച ക്രിക്കറ്റർക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് നൽകുന്ന പോളി ഉമിഗ്രർ അവാർഡിന് അർഹനായ ബൗളറാണ് ജസ്പ്രീത് ബുംറ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 5 അർദ്ധ ശതകം നേടിയ ആദ്യ താരമാരാണ്? സോഫി ഡിവൈൻ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KS എക്സാമിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ KSനും കേരള PSC പരീക്ഷയ്ക്കും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പ്രത്യേകം ഓഫേഴ്സും ഉണ്ട്. 10% ഡിസ്കൗണ്ട് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് മാർച്ച് 9 ഒരു 150 ഡേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് മാർച്ച് 2 ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടും. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. KS എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പ്രിലിംസും മെയിൻസും ഫോക്കസ് ചെയ്ത് SCRT മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സ് ഉണ്ട്. ബെഫ്കോ LD എക്സാം മുതലായ എല്ലാ പരീക്ഷകൾക്കും ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തിടെ ICC 7 വർഷത്തെ വിലക്കേർപ്പെടുത്തിയ യൂസഫ് അൽ ബലൂഷി ഏത് രാജ്യത്തു നിന്നുമുള്ള ക്രിക്കറ്റ് താരമാണ്? ഒമാൻ. ടെസ്റ്റ്, ഏകദിനം, 2020 എന്നീ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും 100 മത്സരങ്ങൾ വീതം കളിച്ച ആദ്യ ക്രിക്കറ്റ് താരമാണ് റോസ് ടെയ്ലർ. ന്യൂസിലൻഡ് രാജ്യത്ത് നിന്നുള്ള ക്രിക്കറ്റ് താരമാണ്. അപ്പോൾ ടെസ്റ്റ്, ഏകദിനം, 2020 എന്നീ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും 100 മത്സരങ്ങൾ വീതം കളിച്ച ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? റോസ് ടെയ്ലർ ആണ്. ലോറസ് സ്പോർട്ടിംഗ് മൊമെന്റ് 2000 മുതൽ 2020 വരെയുള്ള ലോറസ് സ്പോർട്ടിംഗ് മൊമെന്റ് പുരസ്കാരം നേടിയ പ്രശസ്ത ഇന്ത്യൻ കായിക താരം. ഈ ചോദ്യം PSC ചോദിച്ചു കഴിഞ്ഞു. സച്ചിൻ ടെണ്ടുൽക്കർ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? ഈ പോയിന്റും ഓർത്തിരിക്കുക, സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരം. 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യമായി ഒരു പരമ്പരയിലെ 5 മത്സരങ്ങളും ജയിച്ച ടീമാണ് ഇന്ത്യ. 2020 ക്രിക്കറ്റ് മത്സരങ്ങളിൽ ആദ്യമായിട്ട് ഒരു പരമ്പരയിലെ 5 മത്സരങ്ങളും ജയിച്ച ടീം ഏതാണ്? ഇന്ത്യയാണ്. ന്യൂസിലൻഡിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ അമ്പയർ ആയി മാറിയ വ്യക്തിയാണ് കിം കോട്ടൺ. ന്യൂസിലൻഡ് ആണ്.
കിം കോട്ടൺ ആണ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ അമ്പയർ ആരാണെന്ന് ചോദിച്ചാൽ അത് കിം കോട്ടൺ ആണ്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. 2020 അതായത് 2020 വനിതാ ലോകകപ്പ് ഫൈനൽ മത്സരത്തിലാണ് കിം കോട്ടൺ അമ്പയർ ആയത്. 2019-20 രഞ്ജി ക്രിക്കറ്റ് ട്രോഫി ജേതാക്കൾ സൗരാഷ്ട്രയാണ്. സൗരാഷ്ട്ര ബംഗാളിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. 2019-20 രഞ്ജി ക്രിക്കറ്റ് ട്രോഫി ജേതാക്കൾ സൗരാഷ്ട്രയാണ്. ബംഗാളിനെയാണ് സൗരാഷ്ട്ര ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. ഒന്നുകൂടെ നോക്കാം. അടുത്തിടെ ICC 7 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ യൂസഫ് അൽ ബലൂഷി ഏത് രാജ്യത്തു നിന്നുള്ള ക്രിക്കറ്റ് താരമാണ്? ഒമാനിൽ നിന്നുള്ള ക്രിക്കറ്റ് താരമാണ്. ടെസ്റ്റ്, ഏകദിനം, 2020 എന്നീ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും 100 മത്സരങ്ങൾ വീതം കളിച്ച ആദ്യ ക്രിക്കറ്റ് താരമാണ് റോസ് ടെയിലർ. ലോറസ് സ്പോർട്ടിംഗ് മൊമെന്റ് 2020 പുരസ്കാരം നേടിയ പ്രശസ്ത ഇന്ത്യൻ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഈ ഒരു പോയിന്റ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യമായിട്ട് ഒരു പരമ്പരയിലെ 5 മത്സരങ്ങളും ജയിച്ച ടീമാണ് ഏത്? ഇന്ത്യ. ന്യൂസിലൻഡിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ അമ്പയറായി മാറിയ വ്യക്തി ആരാണ്? കിം കോട്ടൺ ആണ്, ന്യൂസിലൻഡ്. 2020 വനിതാ ലോകകപ്പ് ഫൈനൽ മത്സരത്തിലാണ് കിം കോട്ടൺ അമ്പയർ ആയത്. 2019-20 രഞ്ജി ക്രിക്കറ്റ് ട്രോഫി ജേതാക്കളാണ് സൗരാഷ്ട്ര. ബംഗാളിനെയാണ് സൗരാഷ്ട്ര ഫൈനലിൽ എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത്. 2019-20 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ് എന്ന് ചോദിച്ചാൽ അത് രാഹുൽ ദലാൽ ആണ്. രാഹുൽ ദലാൽ. 2020 ക്രിക്കറ്റിൽ 500 മത്സരം കളിക്കുന്ന ആദ്യ കളിക്കാരൻ എന്ന നേട്ടം കൈവരിച്ച താരമാണ് കൈറോൺ പൊള്ളാർഡ്. കൈറോൺ പൊള്ളാർഡ് വെസ്റ്റ് ഇൻഡീസുകാരനാണ്, വെസ്റ്റ് ഇൻഡീസ് താരമാണ്. 2020 ക്രിക്കറ്റിൽ 500 മത്സരം കളിക്കുന്ന ആദ്യ കളിക്കാരൻ എന്ന നേട്ടം കൈവരിച്ച താരം ആരാണ്? പൊള്ളാർഡ് ആണ്, വെസ്റ്റ് ഇൻഡീസ്. ICC ലോകകപ്പ് ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡിന് അർഹയായ വനിതാ ക്രിക്കറ്റ് താരമാണ് ഷെഫാലി വർമ്മ. ഷെഫാലി വർമ്മയാണ് ICC ലോകകപ്പ് ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡിന് അർഹയായ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഷെഫാലി വർമ്മയാണ്. 16 വയസ്സുള്ള ഷെഫാലി വർമ്മ 2020 വനിതാ ലോകകപ്പ് ഫൈനൽ മത്സരത്തിലാണ് കളിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോബ്സ് മാസികയുടെ 2020 ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന 100 കായിക താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ താരം ആരാണ് എന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയാണ് ഫോബ്സ് മാസികയുടെ 2020 ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന 100 കായിക താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ താരം. പട്ടികയിൽ ഉൾപ്പെട്ട ഒരേ ഒരു ക്രിക്കറ്റ് താരം കൂടിയാണ് ആര്? വിരാട് കോഹ്ലി. പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ടെന്നീസ് താരമായ റോജർ ഫെഡറർ ആണെന്നും ഓർക്കുക. അപ്പൊ 100 കായിക താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ്. കൂടാതെ പട്ടികയിൽ ഉൾപ്പെട്ട ഒരേ ഒരു ക്രിക്കറ്റ് താരം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ടെന്നീസ് താരമായ റോജർ ഫെഡറർ ആണ്. കേരള രഞ്ജി ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിതനായത് ആര്? ടിനു യോഹന്നാൻ ആണ്. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ഏറ്റവും മൂല്യമേറിയ ടെസ്റ്റ് ക്രിക്കറ്റ് താരമെന്ന വിസ്ഡൻ ഇന്ത്യ തെരഞ്ഞെടുത്തത് രവീന്ദ്ര ജഡേജയാണ്. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ഏറ്റവും മൂല്യമേറിയ ടെസ്റ്റ് ക്രിക്കറ്റ് താരമായി വിസ്ഡൻ മാസിക തെരഞ്ഞെടുത്തത് രവീന്ദ്ര ജഡേജയാണ്. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്നുണ്ടായ 117 ദിവസങ്ങളോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെ വീണ്ടും രാജ്യാന്തര ക്രിക്കറ്റിന് തുടക്കം കുറിച്ച മത്സരമാണ് ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് മത്സരം. മത്സരത്തിന് ആതിഥേയത്വം വഹിച്ചത് ഇംഗ്ലണ്ടും ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2021 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യമാണ് ശ്രീലങ്ക. പരീക്ഷണാർത്ഥത്തിലുള്ള പുതിയ ക്രിക്കറ്റ് ഫോർമാറ്റായ 3T ക്രിക്കറ്റ് അരങ്ങേറിയ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. പരീക്ഷണാർത്ഥത്തിലുള്ള പുതിയ ക്രിക്കറ്റ് ഫോർമാറ്റായ
3T ക്രിക്കറ്റ് അരങ്ങേറിയ രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. 8 പേർ വീതമുള്ള 3 ടീമുകൾ 12 ഓവറുകൾ വീതം കളിക്കുന്ന ടൂർണമെന്റ് ആണ് എന്ത്? 3T എന്ന് പറയുന്നത്. ഇതൊരു പുതിയൊരു ഇൻഫോർമേഷൻ ആണ്, ഓർത്തിരിക്കാം. COVID-19 പശ്ചാത്തലത്തിൽ ക്രിക്കറ്റ് ബോളിൽ ഉമിനീർ പുരട്ടുന്നത് വിലക്കിയ ICCയുടെ സലൈവ ബാൻ നിയമം ലംഘിച്ച ആദ്യ ക്രിക്കറ്റ് താരമാണ് ഡോം സിബ്ലി. ഇംഗ്ലണ്ടാണ്. ഡോം സിബ്ലി 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന 10 ടീമുകളെ കണ്ടെത്തുന്നതിനായി ICC സംഘടിപ്പിക്കുന്ന പുതിയ ചാമ്പ്യൻഷിപ്പാണ് സൂപ്പർ ലീഗ്. 2023 ICC ഏകദിന ലോകകപ്പിന്റെ വേദി എവിടെയാണ്? അത് ഇന്ത്യയാണെന്നും ഓർക്കുക. ടെസ്റ്റ് ക്രിക്കറ്റിൽ 600 വിക്കറ്റ് നേടുന്ന ആദ്യ പേസ് ബോളർ എന്ന നേട്ടം കൈവരിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 600 വിക്കറ്റ് നേടുന്ന ആദ്യ പേസ് ബോളർ എന്ന നേട്ടം കൈവരിച്ചത് ജെയിംസ് ആൻഡേഴ്സൺ ആണ്, ഇംഗ്ലണ്ട്. 2020 ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ ആദ്യ താരം എന്ന നേട്ടം കൈവരിച്ചത് ഡ്വെയ്ൻ ബ്രാവോയാണ്. ഡ്വെയ്ൻ ബ്രാവോ. ഓക്കെ, അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റിൽ 600 വിക്കറ്റ് നേടുന്ന ആദ്യ പേസ് ബോളർ എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ഇനി 2020 ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടുന്ന ആദ്യ താരം എന്ന നേട്ടം കൈവരിച്ചത് അത് ഡ്വെയ്ൻ ബ്രാവോയാണ്. അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ ക്യാപ്റ്റൻ എന്ന പദവി 2020 സ്വന്തമാക്കിയ താരം. ഏകദിന ക്രിക്കറ്റിലാണ്. ഓയിൻ മോർഗൻ ആണ്, ഇംഗ്ലണ്ട്. ഓയിൻ മോർഗൻ. മഹേന്ദ്ര സിംഗ് ധോണിയുടെ റെക്കോർഡാണ് ആര് മറികടന്നത്? മോർഗൻ മറികടന്നത്. ഓയിൻ മോർഗൻ. ICCയുടെ അമ്പയർമാരുടെ ഇന്റർനാഷണൽ പാനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഈ ചോദ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, പ്രതീക്ഷിക്കാം. ICCയുടെ അമ്പയർമാരുടെ ഇന്റർനാഷണൽ പാനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് KN അനന്തപത്മനാഭൻ. 2020 ഓഗസ്റ്റ് 15 വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ പ്രമുഖ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ആരൊക്കെ? ധോണിയും അതുപോലെ സുരേഷ് റെയ്നയുമാണ്. 2020 ഓഗസ്റ്റ് 15. 2011 ICC ഏകദിന ലോകകപ്പ്, 2007 ICC 2020 ലോകകപ്പ് എന്നിവ നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ഗ്രേഗ് ബാർക്ലേ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഗ്രേഗ് ബാർക്ലേ ആണ്. ICCയുടെ പതിറ്റാണ്ടിലെ മികച്ച താരത്തിലുള്ള സർ ഗാരി ഫീൽഡ് സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത് വിരാട് കോഹ്ലി. കൂടാതെ മികച്ച ഏകദിന താരത്തിലുള്ള പുരസ്കാരവും ആർക്ക് തന്നെയാണ് ലഭിച്ചത്? വിരാട് കോഹ്ലിക്കാണ് ലഭിച്ചത്. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം നേടിയത് മഹേന്ദ്ര സിംഗ് ധോണിയുമാണ്. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ്. ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് സ്റ്റീവ് വോ. 2022 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ന്യൂസിലൻഡാണ്. 2022 നടക്കാൻ പോകുന്ന ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ന്യൂസിലൻഡാണ്. 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരമാണ് പാർത്ഥിവ് പട്ടേലും എന്ത് ചെയ്തു? വിരമിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 200 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ താരമാണ് മഹേന്ദ്ര സിംഗ് ധോണി. IPL ക്രിക്കറ്റിൽ 200 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 2021 ICC പുരുഷ 2020 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. പക്ഷെ എങ്ങോട്ടേക്ക് മാറ്റി? UAE-ലോട്ടും ഒമാനിലേക്കും മാറ്റി. ഓക്കെ, അടുത്ത ചോദ്യം, ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ കോവിഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ബെൻ ലിസ്റ്റർ. ന്യൂസിലൻഡ് ആണ് ബെൻ ലിസ്റ്റർ. 2020 IPL കിരീട ജേതാക്കളായത് മുംബൈ ഇന്ത്യൻസ് ആണ്. 2020 IPL കിരീട ജേതാക്കൾ. ഇപ്പൊ മുംബൈ ഇന്ത്യൻസ് ആണ് 2020 IPL കിരീട ജേതാക്കളായത്. മുംബൈ ഇന്ത്യൻസിന്റെ 5ാം IPL കിരീടമാണിത്. 2021 ചെന്നൈ സൂപ്പർ കിങ്സ്. ഇപ്പൊ ഡൽഹി ഡെയർ ഡെവിൾസിനെയാണ് മുംബൈ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് 2020. 2020 ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ്. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. 12,000 റൺസ്.
2020 ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? വിരാട് കോഹ്ലി. 300 ഇന്നിംഗ്സിൽ നിന്നും 12,000 റൺസ് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് കോഹ്ലി തന്റെ 242-ാം ഇന്നിംഗ്സിലൂടെ മറികടന്നത്. അപ്പോൾ 300 ഇന്നിംഗ്സിൽ നിന്നും 12,000 റൺസ് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് കോഹ്ലി തന്റെ 242-ാം ഇന്നിംഗ്സിലൂടെ എന്ത് ചെയ്തത്? മറികടന്നത്. അടുത്ത ചോദ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ 2021 ഫെബ്രുവരിയിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? മൊട്ടേറ സ്റ്റേഡിയമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന പേരിലേക്ക് എന്ത് ചെയ്തത്? നാമകരണം ചെയ്തത്. അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് മൊട്ടേറ ക്രിക്കറ്റ് സ്റ്റേഡിയം. അടുത്ത ചോദ്യം, IPL ക്രിക്കറ്റിൽ വിവിധ സീസണുകളിലായി 150 കോടി രൂപ പ്രതിഫലം നേടിയ ആദ്യ ക്രിക്കറ്റ് താരമാണ് MS ധോണി. MS ധോണിയാണ് IPL ക്രിക്കറ്റിൽ വിവിധ സീസണുകളിലായിട്ട് 150 കോടി രൂപ പ്രതിഫലം നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? MS ധോണിയാണ്. ICCയുടെ 3 ക്രിക്കറ്റ് ഫോർമാറ്റുകളിലും 50 മത്സരങ്ങൾ പൂർത്തിയാക്കിയ മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് ആര്? രവീന്ദ്ര ജഡേജ. രാജ്യാന്തര തലത്തിൽ പുരുഷന്മാരുടെ ടെസ്റ്റ് ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ മാച്ച് ഒഫീഷ്യലാണ് ക്ലെയർ പൊളോസാക്ക്. ഓസ്ട്രേലിയയാണ് ക്ലെയർ പൊളോസാക്ക്. രാജ്യാന്തര തലത്തിൽ പുരുഷന്മാരുടെ ടെസ്റ്റ് ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ മാച്ച് ഒഫീഷ്യൽ. രാജ്യാന്തര ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 100 സിക്സറുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? രോഹിത് ശർമ്മ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 7,500 റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡ് നേടിയത് സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയയാണ്. 2020 ക്രിക്കറ്റിൽ കേരളത്തിനായി സെഞ്ചുറി നേടുന്ന ആദ്യ താരം ആരാണ്? മുഹമ്മദ് അസ്ഹറുദ്ദീൻ ആണ് 2020 ക്രിക്കറ്റിൽ കേരളത്തിനായി സെഞ്ചുറി നേടുന്ന ആദ്യ താരം. IPL ക്രിക്കറ്റിൽ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ IPL ക്രിക്കറ്റിൽ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വിവിധ സീസണുകളിലായി 100 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ആദ്യ വിദേശ താരം ആരാണ്? AB ഡിവില്ലിയേഴ്സ്. ദക്ഷിണാഫ്രിക്കൻ താരമാണ് AB ഡിവില്ലിയേഴ്സ്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഗാബയിൽ ഓസ്ട്രേലിയ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ പരാജയപ്പെടുന്നത്? 32 വർഷങ്ങൾക്ക് ശേഷമാണ്. 32. ഇന്ത്യയാണ് ഓസ്ട്രേലിയയെ 3 വിക്കറ്റിന് എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത് ഗാബയിൽ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരതീയനാണ് ജയ് ഷാ. ഇമ്പോർട്ടന്റ് ആണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരതീയൻ ആരാണ്? ജയ് ഷായാണ്. ഇന്ത്യക്ക് വേണ്ടി 100 ടെസ്റ്റ് മത്സരം കളിക്കുന്ന രണ്ടാമത്തെ ഫാസ്റ്റ് ബൗളറാണ് ഇഷാന്ത് ശർമ്മ. 100 ടെസ്റ്റ് മത്സരം കളിക്കുന്ന രണ്ടാമത്തെ ഫാസ്റ്റ് ബൗളർ ഇഷാന്ത് ശർമ്മയാണ്. ആദ്യ ഫാസ്റ്റ് ബൗളർ ആരാണ് എന്ന് ചോദിച്ചാൽ കപിൽ ദേവ് ആണ് ഇന്ത്യക്ക് വേണ്ടി 100 ടെസ്റ്റ് മത്സരം കളിച്ച ആദ്യ ഫാസ്റ്റ് ബൗളർ. ICC പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയായത് ലോർഡ്സ് സ്റ്റേഡിയം, ഇംഗ്ലണ്ട്. ICC പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയായത് ലോർഡ്സ് സ്റ്റേഡിയം ആണ്, ഇംഗ്ലണ്ട്. 2021 ഫെബ്രുവരിയിൽ വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അശോക് ദിണ്ട. രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ സെലിബ്രിറ്റികളുടെ ലിസ്റ്റിൽ തുടർച്ചയായി 4ാം തവണയും 1ാം സ്ഥാനത്തെത്തിയത് വിരാട് കോഹ്ലി തന്നെയാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 87 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റ് ഏതാണ്? രഞ്ജി ട്രോഫി. പ്രഥമ സിഗ്മ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കളായത് നിക്കോട്ടിൻ ബാംഗ്ലൂർ. കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റീവ് സ്മിത്തും ബേത്ത് മ്യൂണിയുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്രിക്കറ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട 2020-21 വർഷങ്ങളിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ്. ഇനിയുമുണ്ട് ഒരുപാട്. അപ്പൊ എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം ഈ വീഡിയോയിൽ പറഞ്ഞു. ബാക്കി നമുക്ക് പുറകെ വരുന്ന വീഡിയോസിൽ പഠിക്കാം. കാരണം സമയമുണ്ട്. കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാൻ 3 മാസം ഏകദേശം ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിന്റെ രൂപത്തിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. എന്തായാലും കയറി പ്രാക്ടീസ് ചെയ്യാം. ഫ്രീ ആയിട്ട് തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം.
താങ്ക് യു.